ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളികൊണ്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷും ഹരീഷും നികേഷും ഭാസ്കരനും സുഭാഷിനെ അന്വേഷിച്ചു പോവുകയാണ്. ലെറ്ററും പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിധി. റോഡ് സൈഡിലും ജംഗ്ഷനിലും കടകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ക്ഷേത്രങ്ങളിലുമെല്ലാം അവർ അന്വേഷിക്കുകയാണ്. ഫോണിൽ ഫോട്ടോ കാണിച്ചും അവർ ആളുകളോടൊക്കെ അന്വേഷിക്കുന്നു. സുഭാഷ് ജോലി ചെയ്തിരുന്ന സൈറ്റുകളിലെല്ലാം വന്ന് അവർ ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അന്വേഷിക്കുകയാണ്. ഭാസ്കരൻ കടകളിലെല്ലാം കയറി ഇറങ്ങി സുഭാഷിനെ കുറിച്ച് ചോദിക്കുകയാണ്. തുടർന്ന് വഴിയിൽ വെച്ച അവിനാശിനെ കാണുകയാണ് സുധീഷ്. അവിനാശ് ഭയ്യാന്ന് വിളിക്കുമ്പോൾ അരികിലേക്ക് വന്ന ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, ഭയ്യ, രാവിലെ മുതൽ സുഭാഷിനെ കാണുന്നില്ല. ജോലി ചെയ്യുന്ന സൈറ്റിലെല്ലാം പോയി നോക്കി, എവിടെയും സുഭാഷിനില്ലായിരുന്നു. ഫോൺ വീട്ടിൽ വെച്ചിട്ടാ പോയത്. സുഭാഷേട്ടൻ എവിടെയാണെന്ന് അറിയാമോ? അപ്പൊ അവിനാശ് പറയുകയാണ്, ഇല്ല ഭയ്യ, എനിക്കറിയില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സൈറ്റിലും ഞാൻ ചെന്ന് നോക്കി, അവിടെ സുഭാഷേട്ടൻ ഇല്ലായിരുന്നു. ഉറപ്പായിട്ടും പണിയുടെ കാര്യം പറയാനായി നിങ്ങളെ വിളിച്ചു കാണുമല്ലോ സുഭാഷേട്ടൻ, ഒന്ന് ഓർത്ത് നോക്ക്. അപ്പൊ അവിനാശ് പറയുകയാണ്, ഇന്നലെ തന്നെ എന്തെല്ലാം ജോലി ചെയ്യണമെന്നാ പറഞ്ഞിട്ടാ പോയത്. സൈറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെയുള്ള ജോലിക്കാർക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങാൻ പോയതാണ് ഞാൻ. ഇതുവരെ സുഭാഷ് ഭയ്യെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാനും വിളിച്ചില്ല. സുഭാഷ് ഭയ്യ സൈറ്റിലേക്ക് വന്നാൽ ഞാൻ തന്നെ ഭയ്യെ വിളിക്കാം. ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ ഭയ്യെ വിളിക്കുകയോ കോള് ചെയ്യുകയോ ചെയ്താൽ ദയവ് ചെയ്ത് എന്നോട് പറയണം. സുഭാഷേട്ടനെ കാണാനില്ലെന്ന് അറിഞ്ഞതിന് ശേഷം കൈ ഓടുന്നില്ല, കാല് ഓടുന്നില്ല, ഭ്രാന്ത് പിടിച്ചതുപോലെയുണ്ട്. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഉടനെ വിവരം അറിയിക്കണേ പ്ലീസ്. ശരിയെന്ന് അവിനാശ് പറയുമ്പോൾ സുധീഷ് ടെൻഷനോടുകൂടി ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഹരീഷ് പറയുകയാണ്, ഇവിടെയൊന്നും ഇല്ലല്ലോടാ. നികേഷ്, നിന്നോട് സുഭാഷേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്തെ കുറിച്ച്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നികേഷ് പറയണേ, ഇല്ല ഹരീഷേട്ടാ, സുഭാഷേട്ടനെ പറ്റി നമുക്കറിയില്ലേ. ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും, പുറത്തെങ്ങും പോകാറില്ല. ഹരീഷ് ചോദിക്കണേ, പിന്നെ എവിടെ പോയതാടാ? നികേഷ് പറയുന്നു, എനിക്കറിയില്ല. സമയം കഴിയുന്തോറും എനിക്ക് ഭയം തോന്നുവാ. സുഭാഷേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ക്ഷേത്രത്തില്, റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡില് എല്ലായിടത്തും പോയി നോക്കി. ഈ നാട് മുഴുവൻ നമ്മൾ അന്വേഷിച്ചു. സുഭാഷേട്ടൻ എവിടെ പോയതായിരിക്കും? അപ്പൊ ഹരീഷ് പറയണ, നീ പേടിക്കണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. നീ ടെൻഷൻ ആകണ്ട, വാ. തുടർന്ന് നിധി ടെൻഷനോടുകൂടി ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വഴിയിൽ കാണുന്നവരോടെല്ലാം സുഭാഷിനെ കുറിച്ച് ചോദിക്കുകയാണ് ഭാസ്കരൻ. തുടർന്ന് വീട്ടിലേക്ക് വരികയാണ് ഹരീഷും നികേഷും. നിധി ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, സുഭാഷേട്ടൻ വന്നോ? ഇല്ലെന്ന് നിധി പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, സുധീഷേട്ടൻ വിളിച്ചായിരുന്നോ? അപ്പൊ നിധി പറയണേ, ഇല്ല. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അപ്പൊ ഹരീഷ് പറയണേ, ഇല്ല ഏട്ടത്തി, സുഭാഷേട്ടൻ എപ്പോഴും പോകുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ആരോട് ചോദിച്ചാലും അറിയില്ല, കണ്ടില്ല എന്നൊക്കെയാ പറയുന്നത്. സുഭാഷേട്ടൻ അങ്ങനെ ഫ്രണ്ട്സ് ആരും ഇല്ല. പണി കഴിഞ്ഞാൽ ഉടനെ നേരെ വീട്ടിലേക്കാ വരുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം പോയി അന്വേഷിച്ചു, എവിടെയും സുഭാഷേട്ടൻ ചെന്നിട്ടില്ലെന്നാ പറയുന്നത്. എവിടെ പോയതായിരിക്കും എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയണ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, അതാ ഇങ്ങോട്ട് വന്നത്. സുഭാഷേട്ടൻ വന്നു കാണുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു. സുധീഷേട്ടൻ വിളിച്ചാലും അറിയത്തില്ലല്ലോ. ഈ സമയം വളരെ വിഷമത്തോടു കൂടി അവിടേക്ക് വരികയാണ് സുധീഷ് എന്ന് വിളിച്ച നിധി അരികിലേക്ക് ചെല്ലുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ, എന്തായി? സുഭാഷിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അപ്പൊ സുധീഷ് പറയണേ, ഇല്ലടാ, സുഭാഷിനെ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. ഒരുപക്ഷെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്കെങ്ങനെ പോയി കാണുമോ എന്നറിയാൻ വേണ്ടി എല്ലാ ക്ഷേത്രത്തിലും പോയി അന്വേഷിച്ചു. ബീച്ചിലും റോഡിലും കൺസ്ട്രക്ഷനിലും എല്ലാം നോക്കി, എവിടെയില്ല സുഭാഷേട്ടന് വീട് വിട്ടാ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. ഇതല്ലാതെ മറ്റൊരു ലോകമില്ല. സൈറ്റിലെങ്ങും സുഭാഷേട്ടനില്ല. സുഭാഷേട്ടൻ എങ്ങോട്ടേ പോയത്? നികേഷ് ഭയത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ നികേഷ്, നീ കരഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പേടി. അപ്പൊ നിധി പറയണ, അതൊന്നുമില്ല, സുഭാഷേട്ടൻ വന്നാൽ അവ ശരിയായിക്കോളും. സുഭാഷേട്ടൻ വരുവടാ. ഈ സമയം വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തായി? സുഭാഷിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അവനൊരാണല്ലേ, പെണ്ണായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണെന്നെങ്കിലും വിചാരിക്കായിരുന്നു. അവൻ പോയാൽ എവിടെ വരെ പോകാനാ, തിരിച്ചു വരും. അവന് തന്നെ തോന്നി തിരിച്ചു വരേണ്ടതാണ്. കരഞ്ഞോണ്ട് നിധി പറയുന്നു, സുഭാഷേട്ടാ, എവിടെ പോയതാ? നമുക്ക് പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസ് വന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണ, പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കണോ? അപ്പൊ നിധി പറയുകയാണ്, വേറെ എന്ത് വഴിയാ ഉള്ളത്? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ അവർക്കറിയാലോ എങ്ങനെ അന്വേഷിക്കണമെന്ന്. ഒരുപക്ഷെ സുഭാഷേട്ടൻ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അന്വേഷിക്കാൻ പറ്റുമല്ലോ. നമുക്ക് സുഭാഷേട്ടൻ എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അറിയാവുന്ന അടുത്തെല്ലാം നോക്കിയില്ലേ, ക്ഷേത്രത്തില്, ബീച്ചില്, എല്ലായിടത്തും. ഇനിയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നതാണ് ശരി. ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം, നമ്മൾ അന്വേഷിക്കുന്നത് പോലെ അവരും അന്വേഷിക്കുമല്ലോ. അപ്പൊ സുധീഷ് പറയണ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് വന്നതാ. സുഭാഷേട്ടൻ അവിടെ എങ്ങുമില്ല. സുഭാഷേട്ടന്റെ ഫോട്ടോ കാണിച്ചും ചോദിച്ചു, ആരും സുഭാഷേട്ടനെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ നിധി പറയണ, അവര് വന്ന സമയവും സുഭാഷേട്ടൻ വന്ന സമയവും വേറെ ആകാമല്ലോ. സുഭാഷേട്ടൻ ഇവിടെ നിന്ന് പോയ സമയം നോക്കി അവിടെയുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഒരു കംപ്ലൈന്റ് കൊടുത്താലേ ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റൂ. ഇനി താമസിക്കരുത്, നമുക്ക് അന്വേഷിക്കാം. ഒരു കംപ്ലൈന്റ് മാത്രം കൊടുക്കാം. ഇത് കേട്ട് നികേഷ് ചോദിക്കണ, അപ്പൊ ശരിക്കും സുഭാഷേട്ടനെ കാണുന്നില്ലേ? പോലീസിൽ കംപ്ലൈന്റ് കഴിയുന്ന കാര്യമൊക്കെ പറയുന്നു. അപ്പൊ സുഭാഷേട്ടൻ എവിടെ പോയതാ? അങ്ങനെ നികേഷ് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് നികേഷിനെ
അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷും ഹരീഷും. സുഭാഷ് ഏട്ടൻ ഇങ്ങ് വരുവിടാന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ്. നിധി വെള്ളവുമായി അവിടേക്ക് വന്ന് നികേഷിന്റെ കയ്യിലേക്ക് വെള്ളം കൊടുക്കുകയാണ്. അത് വാങ്ങി ഹരീഷ് പറയുന്നു, ഏട്ടത്തി പോയി റെഡിയാക്ക്, ഞാൻ നോക്കിക്കോളാം നികേഷിന്റെ കാര്യം, നിങ്ങൾ പോയിട്ട് വാ. സുധീഷ് വാ, നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. ഹരീഷ് നികേഷിനെ നോക്കിക്കോണേ. അങ്ങനെ സുധീഷിനെയും കൂട്ടി നിധി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഓട്ടോയിൽ നിന്നിറങ്ങി സുധീഷ് ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷ് ധൈര്യമായിട്ടിരിക്കും വാ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിധി, എല്ലാം തലവിധി. സുധീഷ് വാ, നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞ നിധി സ്റ്റേഷനകത്തേക്ക് കയറുമെന്ന ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നു, സർ ഞങ്ങളുടെ ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അപ്പൊ കോൺസ്റ്റബിൾ പറയുകയാണ്, SI പോയി കാണും. നിധിയും സുധീഷും SIയുടെ അരികിലേക്ക് വരികയാണ്. SI പറയുന്നു, ഇരിക്ക്, എന്താ കാര്യം? അപ്പൊ നിധി പറയണ, എന്റെ പേര് നിധി, ഇത് സുധീഷ് എന്റെ ഹസ്ബൻഡാ. ഞങ്ങളുടെ ചേട്ടനെ രാത്രി മുതൽ കാണാനില്ല, അതാ കംപ്ലൈന്റ് ചെയ്യാൻ വന്നത്. SI ചോദിക്കുന്നു, ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനാണോ അതോ സുധീഷിന്റെ ചേട്ടനാണോ? അപ്പൊ നിധി പറയുന്നു, സുധീഷിന്റെ ചേട്ടൻ. SI ചോദിക്കുന്നു, അയാളുടെ പേരെന്താ? അപ്പൊ നിധി പറയണ, സുഭാഷ്, മേസ്തിരിയായിട്ട് ജോലി ചെയ്യുക. വീട്ടു ഡ്രസ് ഒക്കെ ചോദിച്ച് SI ചോദിക്കുന്നു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എങ്ങനെയാ കാണാതെ പോയത്? അപ്പൊ നിധി പറയണ, സർ ഇന്നലെ രാത്രി വരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നില്ല, വീട് വിട്ട് പോവുകയാണെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. ഇത് കേട്ട് SI ചോദിക്കുന്നു, ആ ലെറ്റർ കയ്യിലുണ്ടോ? ആ ലെറ്റർ വായിച്ചു നോക്കി SI ചോദിക്കുന്നു, ഇന്നലെ വീട്ടിൽ എന്താ സംഭവിച്ചേ? എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തെ? നിങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നു, എന്താ നടന്നതെന്ന് മറക്കാതെ എന്നോട് പറഞ്ഞാലേ എനിക്ക് ഫർദർ ആയിട്ടുള്ള ആക്ഷൻ എന്തെങ്കിലും എടുക്കാൻ പറ്റൂ. ഇത് കേട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് കല്യാണാലോചന നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു ആലോചന വന്നു. പെണ്ണിന്റെ വീട്ടുകാർ വീട്ടിലേക്ക് വന്ന് സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കി. അവരുടെ കൂടെ വന്ന ജോർജിയൻ ജാതകം നോക്കി ശാപ ജാതകമാണെന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടന്റെ ശാപം കാരണമാണ് വീട്ടിലെ നല്ലതൊന്നും നടക്കാത്തെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ പറയണ, സർ ഇവരാരാണെന്ന് മനസ്സിലായില്ലേ? 4 പേര് ചേർന്ന് ഒരു പയ്യനെ അടിച്ച കേസിൽ നമ്മൾ ഇവരുടെ വീട്ടിൽ പോയായിരുന്നു. ആ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്നൊരു കഥ തന്നെയുണ്ട്. അതെന്ത് കഥയാണെന്ന് SI ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, അതാ വീടിന്റെ ശാപ. ഇവരുടെ അച്ഛൻ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയിട്ട് വന്ന ആളാ. ഇപ്പൊ ഒരു പയ്യനെ അടിച്ചെന്ന് പറഞ്ഞ് ചേട്ടാനിയന്മാരുടെ 4 പേരുടെ പേരിലും കംപ്ലൈന്റ് വന്നു. ആ വീടിന്റെ ശാപമായതല്ല. അപ്പൊ നിധി പറയണ, സർ പ്ലീസ്, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മോശമായി പറയുന്നു. ഇതൊക്കെ ശരിയാണോ? അപ്പൊ SI പറയണ, എടോ കുറച്ചേരം മിണ്ടാതിരിക്കുക, നിധി പറയൂ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടനാണ് എല്ലാവരെക്കാട്ടിലും മൂത്ത ആൾ. സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വന്ന ജോർജിയൻ സുഭാഷ് ഏട്ടൻ കാരണമാണ് വീട്ടിലാർക്കും കല്യാണം നടക്കാത്തത്. സുഭാഷ് ഏട്ടന് ദോഷമോ ശാപമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതോർത്ത് സുഭാഷ് ഏട്ടൻ രാത്രി ഒരുപാട് വിഷമിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് പോയി. SI ചോദിക്കുന്നു, സുഭാഷിന്റെ ഫോട്ടോ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് നിധി ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഫോട്ടോ നോക്കി SI ചോദിക്കുന്നു, ഇയാൾക്ക് എത്ര വയസ്സ് കാണും? അപ്പൊ നിധി പറയാണ്, സർ ഒരു 31 വയസ്സ് കാണും. കോൺസ്റ്റബിളിനെ അരികിലേക്ക് വിളിച്ച് SI പറയുന്നു, എടോ ഈ ഫോട്ടോ സ്കാൻ ചെയ്ത് എല്ലാ സ്റ്റേഷനിലേക്കും ഫോർവേഡ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോ? റിലേറ്റീവിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ വീട്ടിൽ അന്വേഷിച്ചോ? അപ്പൊ സുധീഷ് പറയണ, ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല സർ. അപ്പൊ നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ എവിടെയൊക്കെ പോകാറുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ പോയി അന്വേഷിച്ചു, അവിടെ എങ്ങും ഇല്ല സുഭാഷ് ഏട്ടൻ. എവിടെ പോയതാണെന്നും അറിയില്ല. സുഭാഷ് ഏട്ടന് ജോലി കഴിഞ്ഞാൽ പിന്നെ വീടാണ്, ഫ്രണ്ട്സ് ആരുമില്ല. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലായിടത്തും അന്വേഷിച്ചു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ കംപ്ലൈന്റ് കൊടുക്കാന്ന് കരുതി വന്നേ. ഒന്ന് ആലോചിച്ച് SI ചോദിക്കുന്നു, സുഭാഷ് സ്വയം ജീവിതം ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇത് കേട്ട് ഞെട്ടി ഭയത്തോടു കൂടി ഇരിക്കുകയാണ് നിധിയും സുധീഷും. നിധി പറയുന്നു, സർ ഇല്ല സർ, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ സുധീഷ് പറയണ, സർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ സർ, ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാ സർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞ് SIയുടെ മുന്നിൽ കരഞ്ഞു കൈകൂപ്പുകയാണ് സുധീഷ്. SI പറയുന്നു, എടോ തന്റെ ചേട്ടൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. കുറെ നാളായിട്ട് അയാളുടെ കല്യാണം നടക്കുന്നില്ല, പോരാത്തതിന് പെണ്ണ് വാഴാത്ത വീടെന്നുള്ള ചീത്തപ്പേരും ഉണ്ട്. ഇതെല്ലാത്തിനും കാരണം നിങ്ങളുടെ ചേട്ടനാണെന്ന് ജോർജിയൻ പറഞ്ഞിട്ട് പോയി. അത് നിങ്ങളുടെ ചേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു. മനസ്സ് തകർന്ന് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു കേസ് വന്നായിരുന്നു, അയാളുടെ പേര് മറന്നുപോയി. അയാളും ഇതേപോലൊരു പ്രശ്നം കാരണമാണ് കാണാതായത്. ഞങ്ങൾ എല്ലായിടത്തും അയാളെ അന്വേഷിച്ചു. ഒടുവിൽ വീടിനടുത്തുള്ള കിണറ്റിൽ നിന്നും ബോഡി കിട്ടി. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിനടുത്തോ കിണറുണ്ടോ? അപ്പൊ നിധി പറയണ, സർ ഇല്ല സർ, കിണറൊന്നുമില്ല. അപ്പൊ സുധീഷ് പറയണ, സർ ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സർ. അപ്പൊ നിധി പറയുന്നു, സർ സുഭാഷ് ഏട്ടൻ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. അപ്പൊ SI പറയുകയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലായിരിക്കും, പക്ഷെ പോലീസ് എന്ന നിലയിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചല്ലേ പറ്റൂ. ഫ്രണ്ട്സ് സ്വന്തവും ബന്ധവും ഒന്നും ഇല്ലെന്ന് പറയുന്നു, എല്ലായിടത്തും അന്വേഷിച്ചെന്നും പറയുന്നു. ശരി, ഒരു കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പൊ നിധി പറയണ, സർ പ്ലീസ് സർ, സുഭാഷ് ഏട്ടനെ കണ്ടെത്തണം, സുഭാഷ് ഏട്ടൻ ഇല്ലാതെ വീട്ടിലെല്ലാവരും തകർന്നിരിക്കുക. SI പറയുന്നു, അന്വേഷിക്കാം. ഒരു ദിവസം കാണാതെ പോയ കേസ് തന്നെ 4-5 എണ്ണം വരാറുണ്ട്. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോയാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നിധി കംപ്ലൈന്റ് എഴുതി കൊടുക്കുമ്പോൾ വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് സുധീഷ്. പുറത്തേക്ക് വന്നിരുന്ന സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് കരയുകയാണ്. അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് എന്താ? സുഭാഷ് ഏട്ടനെ നമുക്ക് കിട്ടും, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വരും, കരയരുത്. സുധീഷ് ചോദിക്കുന്നു, നിധി അവരെന്താ സുഭാഷ് ഏട്ടൻ ജീവിതം ഇല്ലാതാക്കി കാണുമെന്നൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല സുധീഷ്, പോലീസ് എല്ലാ രീതിയിലും
അന്വേഷിക്കുമല്ലോ, അതുകൊണ്ടാ അങ്ങനെ ചോദിച്ചേ. അതൊന്നും സുധീഷ് വലുതായിട്ട് കാണണ്ട. അപ്പൊ സുധീഷ് പറയണ അതല്ല നിധി, അയാള് ചോദിച്ച ചോദ്യം എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വീടിനടുത്ത് കിണറുണ്ടോ, അതിൽ നോക്കിയോ, റെയിൽവേ ട്രാക്ക് എല്ലായിടത്തും നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല നിധി. സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയണ സുഭാഷേട്ടനെ കുറിച്ച് നമുക്കറിയത്തില്ലേ, സുഭാഷേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ? അപ്പൊ സുധീഷ് പറയണ ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ നിധി. ഇന്നലെ നിധി എന്നോട് പറഞ്ഞതാ സുഭാഷേട്ടനെ നോക്കണമെന്ന്, ഞാൻ കേട്ടില്ല. അങ്ങനെ സുധീഷ് സ്വയം തല്ലുകയാണ്. കയ്യിൽ കയറി പിടിച്ച നിധി ചോദിക്കുന്നു, സുധീഷ് എന്തായി ചെയ്യുന്നേ? സുഭാഷേട്ടാന്ന് വിളിച്ച പൊട്ടിക്കരയുകയാണ് സുധീഷ്. സുധീഷ് എന്ന് വിളിച്ച നിധി വിഷമത്തോടുകൂടി സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുഭാഷേട്ടൻ അതെല്ലാം മറന്ന് സന്തോഷമായിട്ട് ജോലികൾ ചെയ്യുന്നത് കാണാം. ഇത് അങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സുഭാഷേട്ടൻ ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ടുപോകുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കിയിരുന്നേനെ ഞാൻ. അപ്പൊ നിധി പറയണ, സുധീഷ് പ്ലീസ് കരയല്ലേ. സുധീഷ് പറയണ, ഇവര് പറഞ്ഞതുപോലെ സുഭാഷേട്ടൻ തെറ്റായ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ സുധീഷ് പൊട്ടിക്കരയുമ്പോൾ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു, സുധീഷ് കരയല്ലേ, സുഭാഷേട്ടൻ ഇങ്ങി വരും, സുഭാഷേട്ടൻ ഒന്നും സംഭവിക്കില്ല, പേടിക്കാതെ സുധീഷ്. ഇവര് പറഞ്ഞതുപോലെ സുഭാഷേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ സുധീഷിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് നിധി. കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ സുഭാഷേട്ടനല്ലേ എന്ത് നടന്നാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സുഭാഷേട്ടന് വേണ്ടി ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. സുഭാഷേട്ടൻ ഒരേ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലില്ല. ഈ ലോകം തന്നെ നിന്ന് പോയതുപോലെ എനിക്ക് തോന്നുവാ. എന്റെ കണ്ണിൽ ഒന്നും അറിയുന്നില്ല നിധി. എവിടാ നിൽക്കുന്നേ, ഇത് രാത്രിയാണോ പകലാണോ ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയുണ്ട്. ഞങ്ങൾക്ക് സുഭാഷേട്ടൻ ഉള്ളത് കൊണ്ട് അത് വീട്, സുഭാഷേട്ടൻ ഇല്ലാതെ ആ വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. വീട്ടിലേക്ക് ചെന്നാൽ ഉടനെ സുധീഷ് നീ കഴിച്ചോ, നീ നന്നായി കഴിച്ചു കാണില്ല, നീ വൈരിക്ക് ഞാൻ ഭക്ഷണം എടുത്തു തരാന്ന് പറഞ്ഞ് എന്റെയും എന്റെ അനിയന്മാരെയും സ്വന്തം മക്കളെ പോലെയാ സുഭാഷേട്ടൻ നോക്കിയത്. ഇപ്പം സുഭാഷേട്ടൻ ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോകും നിധി? എന്തിനാ സുഭാഷേട്ട പറയാതെ പോയെന്ന് പറഞ്ഞ് സുധീഷ് കരയുമ്പോൾ കരഞ്ഞുകൊണ്ട് സുധീഷ് ഒന്നുമില്ല സുഭാഷൻ ഇങ്ങി വരുമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്